റിൻഷിത മിസ്സാണേ. അപ്പോൾ നമുക്കറിയാമല്ലേ വായനാ ദിനം വരാൻ പോവുകയാണല്ലേ. എന്നാൽ വായനാ ദിനം ജൂൺ 19 ആണല്ലേ. അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ മിസ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ജൂൺ 12 നമ്മുടെ സൂപ്പർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ചാപ്റ്റർ വൈസ് നോട്ട്, അതേപോലെ MCQ എക്സാംസുകൾ, അതേപോലെ ലൈവുകൾ, അതേപോലെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ്, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ പ്രൈസ് വരുന്നത് എത്രയാണ്? 2599 ആണ് കേട്ടോ. 2599 രൂപയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ എല്ലാ ക്ലാസ്സും നമ്മുടെ ഈ സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമ്മുടെ പുതിയൊരു അക്കാഡമിക് ഇയർ ആണ്. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതിനായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മുടെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ നോക്കിക്കേ, എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് കേട്ടോ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ നോക്കിക്കേ, ആരുടെയാ? PN പണിക്കർ കേട്ടോ. PN പണിക്കരുടെ ചരമദിനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കുന്നത് തുടങ്ങിയത്? ഏത് വർഷം മുതലാണ് നമ്മുടെ ഒരു ജൂൺ 19 വായനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എന്നാ? 1996 ജൂൺ 19 അല്ലേ. വർഷം വരുന്നത് 1996 ആണ് അല്ലേ. 1996 കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് ആരാണ് തുടക്കം കുറിച്ചത് കേട്ടോ. അപ്പോൾ അതിന് ആൻസർ നോക്കിക്കേ, എന്താണ്? PN പണിക്കർ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഇതിൻ്റെ ആൻസറും PN പണിക്കരാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. കാക്കേ കാക്കേ കൂടെ ഇവിടെ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കവിതയാണ് അല്ലേ. ഏതാണ്? കാക്കേ കാക്കേ കൂടെ ഇവിടെ. അപ്പോൾ ഈ ഒരു കവിത ആരാണ് രചിച്ചത്? കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്ന് തുടങ്ങുന്ന ഈ ഒരു കവിത ആരാണ് രചിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ഉള്ളൂർ എസ് പരമേശ്വർ അയ്യർ ആണ് കേട്ടോ. ഉള്ളൂർ എസ് പരമേശ്വർ അയ്യർ ആണ് നമ്മുടെ കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്നുള്ള ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, മണ്ടൻ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രമാണ്? ഏതാണ് നമ്മുടെ മണ്ടൻ മുത്തപ്പ എന്നുള്ളത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് കഥയിലെ കഥാപാത്രമാണ്? ഏത് കഥയിലാണ്? മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥയിലെ കഥാപാത്രമാണ് കേട്ടോ. ഏതാണ്? മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥയിലെ കഥാപാത്രമാണ് ഇതെന്ന് പറയുന്നത് മണ്ടൻ മുത്തപ്പ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ് അല്ലേ. ആരാണ് ഈ 1.25 കോടി മലയാളികൾ എഴുതിയിട്ടുള്ളത് നോക്കിക്കേ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ ആയിരിക്കും കേട്ടോ. എന്താണെന്നറിയോ? EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. EMS നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഈ ഒരു രചന രചിച്ചത് കേട്ടോ. ഏതാണ്? 1.25 കോടി മലയാളികൾ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ ആരാ നോക്കിക്കേ. ആൻസർ വള്ളത്തോൾ നാരായണ മേനോനാണ് കേട്ടോ. അപ്പോൾ ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് നമ്മുടെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. മലയാളത്തിലെ ആദ്യ നോവൽ ഏത് അല്ലേ. മലയാളത്തിലെ ആദ്യ നോവലാണ്. ആദ്യ നോവല് ഏതാണ്? കുന്തലതയാണ് കേട്ടോ. കുന്തലതയാണ്. അത് ആരാ എഴുതിയിട്ടുള്ളത്? അപ്പു നെടുങ്ങാടിയാണ് ഇത് എഴുതിയിട്ടുള്ളത്, കുന്തലത. അപ്പോൾ കുന്തലതയുടെ പ്രത്യേകത എന്താ? മലയാളത്തിലെ ആദ്യ നോവലാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ്, ജ്ഞാനപ്പാനയുടെ കർത്താവ് ആര്? ആരാണ് ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്താ? അതിൻ്റെ ആൻസർ വരുന്നത് പൂന്താനമാണ് കേട്ടോ. പൂന്താനമാണ് ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, മലയാളത്തിലെ ആദ്യ നിഘണ്ടു അതേപോലെ വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ്? മലയാളത്തിലെ ആദ്യ നിഘണ്ടുവും അതേപോലെ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥവും ആരാണ് രചിച്ചത് എന്നാ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആരാ? ഹെർമൻ ഗുണ്ടർട്ട് ആണ് കേട്ടോ. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ് ആദ്യ നിഘണ്ടുവും അതുപോലെ മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥവും എഴുതിയിട്ടുള്ളത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വീണപൂവ് എഴുതിയത് ആരാണ്? ആരാണ് വീണപൂവ് എഴുതിയിട്ടുള്ളത്? നിങ്ങൾക്ക് അറിയുന്ന ആൻസർ തന്നെയായിരിക്കും അല്ലേ. ആരാണ്? കുമാരനാശാനാണ് അല്ലേ. കുമാരനാശാനാണ് എഴുതിയിട്ടുള്ളത് നമ്മുടെ വീണപൂവിന്റെ കർത്താവ് എന്ന് പറയുന്നത് അല്ലേ.
ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സൂപ്പർ ബാച്ചിൽ നിങ്ങളെ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ച് ജൂൺ 12 എന്താണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ പ്രൈസ് വരുന്നത് 2599 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ കാണുന്ന എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നോട്ട്സുകൾ, റെക്കോർഡ് വീഡിയോസുകൾ, ക്ലാസ്സുകൾ, ലൈവുകൾ, ഡൗട്ട് ക്ലിയറൻസ്, അപ്പൊ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബാച്ചിൽ, സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആര്? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ കിട്ടിയില്ല. മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ കുന്തലത, അത് ആദ്യത്തെ നോവലാണ്. പക്ഷെ ഇതെന്താണ്, ഇതാണ് ആദ്യ ലക്ഷണമൊത്ത നോവൽ. അതായത് എല്ലാ ഫാക്ടറും കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് ഏതാണ്? ഇന്ദുലേഖയാണ് അല്ലെ. അപ്പൊ മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. അപ്പൊ അതിന്റെ കർത്താവ് ആര്? ആരാണ് അത് രചിച്ചിട്ടുള്ളത്? ആരാണ്? O ചന്തുമേനോനാണ് കേട്ടോ. അപ്പൊ O ചന്തുമേനോനാണ് ഏത് രചിച്ചിട്ടുള്ളത്? ഇന്ദുലേഖയുടെ കർത്താവ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ്? ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ ആരാണ് എഴുതിയത്? ആരാ എഴുതിയത് നോക്കിക്കേ, ആരാ? വൈക്കം മുഹമ്മദ് ബഷീർ ആണ് കേട്ടോ. വൈക്കം മുഹമ്മദ് ബഷീർ ആണ് എന്ത് എഴുതിയിട്ടുള്ളത്? ഭൂമിയുടെ അവകാശികൾ കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? മലയാളം അച്ചടിയുടെ പിതാവ്. അപ്പൊ ആൻസർ എന്താ വരുന്നത്? ബെഞ്ചമിൻ ബെയ്ലി ആണ് മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി ആണ് കേട്ടോ. ബെഞ്ചമിൻ ബെയ്ലി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. ഇത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള വരികളാണ് അല്ലേ. അപ്പോൾ ഈ വരികൾ ആരുടെ വരികളാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരുടെ വരികളാണ്? നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ് അല്ലേ. ഏതാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് ഏത് എഴുതിയിട്ടുള്ളത്? നമ്മുടെ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം കേട്ടോ. അപ്പൊ ആ വരികൾ ആരാ എഴുതിയിട്ടുള്ളത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് നോക്കാം കേട്ടോ. രാമായണം എഴുതിയത് ആര്? ആരാണ് രാമായണം എഴുതിയത്? ആരാ എഴുതിയിട്ടുള്ളത്? വാൽമീകിയാണ് രാമായണം എഴുതിയിട്ടുള്ളത് കേട്ടോ. ആരാണ്? വാൽമീകിയാണ് രാമായണം എഴുതിയിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. രമണൻ എന്ന കാവ്യം എഴുതിയത് ആരാണല്ലേ? രമണൻ എന്ന കാവ്യം ആരാ എഴുതിയിട്ടുള്ളത്? നമുക്ക് അറിയുന്ന ആൻസർ ആണല്ലേ. എന്താ? ചെങ്ങമ്പുഴയാണല്ലേ. ചെങ്ങമ്പുഴയുടെ രമണൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ നമ്മുടെ രമണൻ എഴുതിയത് ആരാണ്? ചെങ്ങമ്പുഴയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചതാര്? ഏതാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായിട്ടുള്ള നോവൽ ആരാ എഴുതിയിട്ടുള്ളത്? M മുകുന്ദനാണ് കേട്ടോ. ആരാ എഴുതിയിട്ടുള്ളത്? M മുകുന്ദനാണ് നമ്മുടെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായിട്ടുള്ള നോവൽ എഴുതിയിട്ടുള്ളത്. M മുകുന്ദനാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നീർമാതളം പൂത്തകാലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ. നീർമാതളം പൂത്തകാലം ആരാ എഴുതിയിട്ടുള്ളത്? മാധവിക്കുട്ടിയാണ്, അല്ലെങ്കിൽ കമലാസുര എന്നൊക്കെ പറയൂലേ നമ്മള്. അപ്പൊ മാധവിക്കുട്ടിയാണ് എഴുതിയിട്ടുള്ളത് നമ്മുടെ നീർമാതളം പൂത്തകാലം എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണ്? മാധവിക്കുട്ടിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. മഹാഭാരതം രചിച്ചത് ആരാണ്? ആരാണ് നമ്മുടെ മഹാഭാരതം രചിച്ചത്? ആരാണ്? വേദവ്യാസനാണ് കേട്ടോ. ഏതാണ്? വേദവ്യാസനാണ്. വേദവ്യാസനാണ് മഹാഭാരതം രചിച്ചത് കേട്ടോ. വേദവ്യാസൻ. പിന്നെന്താ? മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത്? ഏതാണ്? ഓടക്കുഴലാണ് കേട്ടോ. അപ്പൊ എന്താണ്? ജി ശങ്കരക്കുറുപ്പിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയിട്ടുണ്ടല്ലേ. ഈ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് ഈ മലയാള സാഹിത്യത്തിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള, ഏറ്റവും വലിയ, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ജ്ഞാനപീഠം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന് കിട്ടിയിട്ടുള്ളത് ഏത് കവിതാ സമാഹാരത്തിനാണെന്നാണ് കേട്ടോ. അപ്പൊ ഇതിനാണ്? ഓടക്കുഴലിനാണ് കേട്ടോ. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആര്? ആരാണ് ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയത്? ആരാണ്? OV വിജയനാണ് അല്ലെ. OV വിജയനാണ് നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത്? മലയാളത്തിൽ ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള സഞ്ചാര സാഹിത്യ കൃതി അല്ലേ, ഏതാണത്? വർത്തമാന പുസ്തകമാണ് കേട്ടോ. സഞ്ചാര സാഹിത്യ കൃതി ആദ്യമായിട്ട്
എഴുതിയിട്ടുള്ളത് ഏതാണ്? വർത്തമാന പുസ്തകമാണ് ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവ് ആര്? ആരാണ് മുത്തശ്ശി എന്നുള്ള നോവൽ എഴുതിയിട്ടുള്ളത്? ആരാണ്? നമ്മുടെ ചെറുകാടാണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നാണ്? ജൂൺ 12 നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് 2599 ആണ് കേട്ടോ. 2599 രൂപയാണ് നമ്മുടെ സൂപ്പർ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ.